الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. സൂറത്തുൽ അൻആമിലെ രണ്ടാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هو الذي خلقكم من طين ثم قضى أجلا وأجل مسمى عنده ثم أنتم تمترون. هو الذي خلقكم ഹുവല്ലദീ ഖലഖക്കും, അവനാകുന്നു നിങ്ങളെ പടച്ചത്. മിൻ ത്വീനിൻ, കളിമണ്ണിൽ നിന്ന്. സുമ്മ, പിന്നെ ഖള അജല, അവനൊരു അവധി നിശ്ചയിച്ചു. വഅജലും മുസമ്മൻ ഇൻദഹു, അവൻ്റെ അരികിൽ നിർണയമായ ഒരവധിയുമുണ്ട്. സുമ്മ, പിന്നെ അൻതും തംതറൂൻ, നിങ്ങൾ സംശയിക്കുന്നു. ഒന്നുകൂടെ അർത്ഥം പറയാം. ഹുവല്ലദീ ഖലഖക്കും, ഹുവ അവൻ, അല്ലദീ എങ്ങനെയുള്ളവനാണ്, ഖലഖക്കും നിങ്ങളെ അവൻ പടച്ചു, സൃഷ്ടിച്ചു. മീൻ ത്വീനിൻ, കളിമണ്ണിനാൽ. സുമ്മ, പിന്നെ ഖള അജല, ഒരു അവധി നിശ്ചയിച്ചു. വ അജലും മുസമ്മൻ ഇൻദഹു, അവൻ്റെ അടുക്കൽ നിർണയിക്കപ്പെട്ട ഒരു അവധിയുമുണ്ട്. സുമ്മ, പിന്നെ അൻതും നിങ്ങൾ തംതറൂൻ, സംശയിക്കുന്നു, സംശയത്തോടെ വാദങ്ങൾ ഉന്നയിക്കുന്നു. വാക്കുകളുടെ അർത്ഥം വളരെ ലളിതമാണ്, അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉണർത്തുന്നത്. ഇതിലൊന്നാമത്തെ കാര്യം, നേരത്തെ അൽഹംദുലില്ലാ എന്ന് എന്തുകൊണ്ട് പറയണം എന്നതിൻ്റെ ന്യായമായിരുന്നു. ഖലഖസ്സമാവാതി വൽ അർള വജഅലൽ ളുലുമാതി വന്നൂർ, എന്തുകൊണ്ട് അൽഹംദുലില്ലാ പറയണം? അതിനുള്ള ന്യായമാണ്, ആകാശഭൂമികളെ പടച്ചു, രാപ്പകലുകളെ നിശ്ചയിച്ചു, അതുകൊണ്ട് അൽഹംദുലില്ലാ അവനാണ് ആകാശങ്ങളെ പടച്ചവൻ. ആകാശങ്ങളെയും ഭൂമിയെയും പടക്കുകയും അത് നമുക്കറിയാലോ, അതിൻ്റെ ഇടയിലുള്ള മുഴുവൻ, അതൊക്കെ നമുക്കറിയാം. ഇന്ന് നമ്മൾ ഓതിയ സൂറയിലുണ്ടത്, സൂറത്തു സജ്ജതയിൽ ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുള്ള വിഷയം. അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയപ്പെടാൻ അർഹൻ അവൻ മാത്രമേ ഉള്ളൂ. ഇനി ഒരു ന്യായം കൂടി സമർപ്പിക്കുകയാണ്. എന്തുകൊണ്ട് അൽഹംദുലില്ലാ? ഹുവല്ലദീ ഖലഖക്കും മിൻ തീൻ, കളിമണ്ണിനാൽ നിങ്ങളെ പടച്ചവൻ അവനാണ് എന്നുള്ളതാണ് വേറൊരു ന്യായം. അതിനിടയ്ക്ക് നമ്മൾ ഇന്നലെ ഈ ആയത്ത് ഇന്നലെ പറഞ്ഞിരുന്നു, എല്ലാവരും ഒന്നും കാണാതെ പഠിക്കണമെന്ന്. കാണാതെ പഠിച്ചിട്ടുണ്ടാവില്ല. സലാമാഷി പഠിച്ചിട്ടുണ്ടാവും? ഇല്ല, പഠിക്കാൻ പറ്റിയിട്ടില്ല. ഒരു വിധം റൈസിന് പഠിഞ്ഞോ? ഒന്ന് ഓതി വെക്കല്ലേ, അല്ലെങ്കിൽ എന്താ അറിയോ, ഇനി നാളെ ഇങ്ങനെ തന്നെ കാര്യം വിചാരിച്ചത്. നാളെ ഇനി പഠിക്കാൻ പറയില്ല കേട്ടോ. ആമിൻ്റെ ഒന്നാമത്തെ ആയത്ത് പറ്റിയത് നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പഠിക്കുക. ഒന്ന് ഓതി വെക്കാം. നമ്മളൊരു ആർക്കും മനസ്സിലായി. അവനോടെ ഞാൻ ഒന്നര ഓദിപ്പിക്കുന്നുണ്ട്. പഠിച്ചിക്കണോ? പഠിച്ചോ? ഒന്ന് ഓദിക്കാൻ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഹബീബിന് ഓർമ്മ ഉണ്ടോ? അതാ പറ്റിയത്. അതിൽ പറഞ്ഞാൽ പങ്കാളികളെ ഉണ്ടാക്കുക, സമന്മാരുണ്ടാക്കുക എന്നുള്ളത്. യാദിലും, ഇവർ തുല്യന്മാരെ ഉണ്ടാക്കുക, ശിർക്ക് ചെയ്യുന്നു എന്നുള്ള സൂചനയാണ്. ഹുവല്ലദീ ഖലഖക്കും മിൻ തീനിൻ, അവൻ കളിമണ്ണിൽ നിന്ന് നിങ്ങളെ പടച്ചു. അപ്പോൾ നമ്മൾ ഇന്നലെ അൽഹംദുലില്ലാ എന്ന മനുഷ്യർ എന്തുകൊണ്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതിൻ്റെ ന്യായമാണ് ഖലഖസ്സമാവാതി വൽ അർള വജഅലൽ ളുലുമാതി വന്നൂർ. അതേപോലെ തന്നെ അടുത്ത ന്യായമാണ് ഹുവല്ലദീ ഖലഖക്കും മിൻ തീനിൻ, കളിമണ്ണിനാൽ അവൻ നിങ്ങളെ പടച്ചു. കളിമണ്ണിനാൽ പടച്ചു എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് സൂചനകളാണ്
നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഒന്നുകിൽ അത് ആദം നബി അലൈഹിസ്സലാമയെ കളിമണ്ണിനാൽ പടച്ച് കാണ്ട് ജീവൻ നൽകുകയാണ് ചെയ്തത്. ആദ്യം ആദം നബി അലൈഹിസ്സലാമയുടെ ഒരു രൂപം കളിമണ്ണ് കൊണ്ട് പടച്ചു. എന്നിട്ട് അതിന് അല്ലാഹു തആല റൂഹും ജീവനും നൽകി. അപ്പോൾ അത് അദ്ദേഹത്തിൽ നിന്നാണല്ലോ നമ്മളൊക്കെ ഉള്ളത്, മനുഷ്യവർഗം. അതുകൊണ്ട് കളിമണ്ണിനാൽ പടച്ചു എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള ആദിമ പിതാവിൻ്റെ സൃഷ്ടിപ്പ് മണ്ണ് കൊണ്ടായിരുന്നു. അതിൽ നിന്ന് മനുഷ്യൻ ഉത്ഭൂതനായി എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ കളിമണ്ണിനാൽ നിങ്ങളെ പടച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നുണ്ടാകുന്ന ധാതു ലവണങ്ങൾ ഉപയോഗപ്പെടുത്തി അവനിൽ രൂപപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്നാണ്. അത് മണ്ണിൽ നിന്ന്, കൃഷിയിൽ നിന്ന് ഒക്കെ ഉണ്ടാകുന്ന വിളവുകൾ തിന്ന് ഭക്ഷിച്ച് അവനിൽ ഉണ്ടായി വരുന്നതാണ്. അതുകൊണ്ടാണ് അവനെ മണ്ണിൽ നിന്ന് പടച്ചു. മണ്ണാണ് മനുഷ്യൻ്റെ അടിസ്ഥാന ഘടകം. അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളൊക്കെ നമ്മൾ ഫോസ്ഫറസും മണ്ണും ഇങ്ങനെ പറയാറുണ്ടല്ലോ, വെള്ളവും അല്ലേ, എല്ലാം കൂടി ഉൾച്ചേർന്ന ഒരു വസ്തുവാണ് മനുഷ്യൻ എന്ന് പറയാം. അപ്പോൾ അതാണ് ഖലഖക്കും മിൻ തീൻ. ഇത് ഖുർആൻ പല സ്ഥലങ്ങളിലും സൂചിപ്പിച്ചിട്ടുള്ള സംഗതിയാണ്. കളിമണ്ണിലും തീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണ്. സുമ്മ ഖള അജലൻ, പിന്നെ ഒരു അവധി നിശ്ചയിച്ചു. ഓരോ വ്യക്തികൾക്കും ഒരവധിയുണ്ട്. ഓരോ വ്യക്തിക്കും ഒരവധിയുണ്ട്, അത് അയാളുടെ മരണമാണ്. ഓരോ സമൂഹത്തിനും അവധി നിശ്ചയിച്ചു എന്ന് സൂറത്തുൽ മുഅ്മിനൂനിലും സൂറത്തുൽ അഅറാഫിലും പറയുന്നുണ്ട്. വലി കുല്ലി ഉമ്മത്തിൻ അജലും, ഓരോ സമൂഹത്തിനും ഒരവധിയുണ്ട്. ആ അവധി എത്തിയാൽ ഒന്നുകിൽ ആ സമൂഹം മുച്ചൂടും മുഴുക്കെ ഒന്നിച്ച് നശിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ അവസാനത്തെ കണ്ണികളോടുകൂടി അത് തകർക്കും. വലി കുല്ലി ഉമ്മത്തിൻ അജലും, എന്താ ഉമ്മത്തിനുണ്ട് ഒരു അജല്, ഉമ്മത്തിന് അജലുണ്ട് ഒരു സമൂഹത്തിന്. ഫൈദാ ജാഅ അജലുഹും, അവരുടെ അവധി വന്നെത്തിയാൽ ലാ യസ്തഅഖിറൂന സഅതൻ, ആ അവധിക്കു ശേഷം അവർ ഒട്ടും ബാക്കിയാവുകയില്ല. വലാ യസ്തഖ്ദിമൂൻ, അതിൻ്റെ മുമ്പ് അവർ തകർന്ന് നശിച്ച് മണ്ണടിയുകയുമില്ല. അപ്പോൾ വ്യക്തികൾക്കുണ്ട്, സമൂഹത്തിനുണ്ട് അവധി. അജലുൻ മുസമ്മൻ ഇൻദഹു, സമ്മ എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ചു, നിർണയിച്ചു, പേര് വെച്ചു എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ഇസ്മ എന്നൊക്കെ അതിനുണ്ടായതാണ്, അടയാളം വെച്ചു. ഇവിടെ നിശ്ചയിച്ചു അല്ലെങ്കിൽ നിർണയിച്ചു. മുസമ്മൻ എന്ന് പറഞ്ഞാൽ നിർണയിക്കപ്പെട്ടത്, അവൻ്റെ അടുത്ത് ഇൻദഹു, അവൻ്റെ അടുത്ത്. അത് ആർക്കും അറിയില്ല, അല്ലെങ്കിലും നമ്മൾക്ക് അവധി, നമ്മൾ ആ മരണാവധി നമുക്കറിയില്ല. അവൻ്റെ അടുക്കൽ മനുഷ്യൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരവധി അവൻ വെച്ചിട്ടുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിന്, പുനർജീവിതത്തിന് ഒരവധി അവൻ വെച്ചിട്ടുണ്ട്. അത് അവൻ്റെ അടുക്കലുള്ളതാണ്, ആർക്കും അറിയുകയില്ല. സുമ്മ പിന്നെ അൻതും നിങ്ങൾ തംതറൂൻ, ഇംതറ മിറാ എന്ന സംശയം എന്ന മിറാ, അതിനുണ്ടായ വാക്കാണ് ഇംതറ. സംശയത്തോടു കൂടി നിഷേധിക്കുക, സംശയത്തോടു കൂടി വാദിക്കുക, സംശയിക്കുക എന്നൊക്കെ തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. സുമ്മ പിന്നെ അൻതും നിങ്ങൾ തംതറൂൻ സംശയിക്കുന്നു, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൽ, അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലൊക്കെ നിങ്ങൾ. അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത്, അള്ളാഹുവാണ് ഇലാഹു എന്നുള്ളതിന് തെളിവാണല്ലോ മേൽ പറഞ്ഞത്. എന്നിട്ട് അതിൽ സംശയിക്കുക. അള്ളാഹുവാണ് മനുഷ്യനെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് എന്ന് പറയുന്നത്, സംരക്ഷണം എന്ന് പറയുന്നു. അതിലും സംശയിക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിലും അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലും, പിന്നെ ഉലൂഹിയത്തും റുബൂബിയത്തും സ്ഥാപിക്കപ്പെട്ടാൽ പിന്നെ അള്ളാഹുവിൻ്റെ ഉബൂദിയത്തുണ്ട് അല്ലേ. അള്ളാഹുവിനെ അടിമപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുക. ഈ വിഷയങ്ങളിലൊക്കെ നിങ്ങൾ സംശയാലുക്കളാവുകയാണ്. ഇങ്ങനത്തെവനാണ് അള്ളാഹ് എന്ന് നിങ്ങൾക്കറിഞ്ഞതിന് ശേഷവും, അല്ലെങ്കിൽ നിങ്ങൾക്കവൻ ബോധ്യപ്പെടുത്തി തന്നതിന് ശേഷവും നിങ്ങൾ സംശയിക്കുകയാകുന്നു. ഒന്നുകൂടെ അർത്ഥം പറയാം. ഹുവല്ലദീ ഖലഖക്കും മിൻ തീനിൻ, അവൻ നിങ്ങളെ മണ്ണിൽ നിന്ന്, കളിമണ്ണിൽ നിന്ന് പടച്ചു. സുമ്മ ഖള അജലൻ, അവൻ ഒരു അവധി നിശ്ചയിച്ചു. അജലും മുസമ്മൻ ഇൻദഹു, അവൻ്റെ അടുക്കൽ നിർണിതമായ അവധിയുമുണ്ട്. സുമ്മ അൻതും തംതറൂൻ, പിന്നെ നിങ്ങൾ സംശയിക്കുകയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആലയെ ബോധ്യത്തോടുകൂടി, ദൃഢബോധ്യത്തോടു കൂടി വിശ്വസിക്കുന്ന, അവൻ്റെ പരിപൂർണതയെ അംഗീകരിക്കുന്ന, അവൻ്റെ ഏകത്വത്തെ മുഴുവനായി സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ അടിമകളായി ജീവിക്കാൻ നമുക്ക് അവനെ തൗഫീഖ് നൽകട്ടെ.
اللهم علمنا من القرآن ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته آناء الليل وأطراف النهار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب